ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വലിയ നോമ്പിന്റെ 18-ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഇന്ന് തിരുവചന ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 47 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് 2:47 മുതൽ 52 വരെ. മാനസാന്തരത്തിനും ജീവിത നവീകരണത്തിനുമുള്ള ആഹ്വാനമാണ് നോമ്പ്. ക്രിസ്തുവിനെ കണ്ടെത്തുവാനും ക്രിസ്തുവിനോട് ചേർന്നുകൊണ്ട് ജീവിക്കുവാനുമുള്ള നാളുകളാണ് നോമ്പിന്റെ കാലയളവ്. യേശുവിന്റെ അമ്മയപ്പന്മാർക്ക് എല്ലാ വർഷവും പെസഹ പെരുന്നാളിന് യെരുശലേമിലേക്ക് പോകുന്ന പതിവുണ്ടായിരുന്നു. പതിവ് പോലെ യേശുവിന് 12 വയസ്സായപ്പോൾ യെരുശലേം ദേവാലയത്തിലേക്ക് പോയി. എന്നാൽ മടങ്ങിപ്പോകുമ്പോൾ യേശു അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. വളരെ വൈകിയാണ് ബാലനായ യേശു അവരുടെ കൂടെയില്ല എന്ന് തിരിച്ചറിയുന്നത്. അങ്ങനെ യെരുശലേമിലേക്ക് മടങ്ങിയെത്തുന്ന അമ്മയപ്പന്മാർ കാണുന്നത് ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരുന്ന് കേൾക്കുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നതാണ് 41 മുതലുള്ള വാക്യങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത്. 47 മുതലുള്ള വാക്യങ്ങളിൽ യെരുശലേം ദേവാലയത്തിലേക്ക് മടങ്ങിയെത്തുന്ന അമ്മയപ്പന്മാർ യേശുവിനെ കാണാതായതിന്റെ പരിഭവവും ആദിയും പങ്കുവെക്കുന്നതായി കാണാം. ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത്? നിന്റെ അപ്പനും ഞാനും വ്യസനിച്ചുകൊണ്ട് നിന്നെ തിരഞ്ഞു എന്ന് യേശുവിന്റെ അമ്മയായ മറിയ പറയുമ്പോൾ യേശുവിന്റെ മറുപടി വളരെ ശ്രദ്ധേയമാണ്. എന്നെ തിരഞ്ഞത് എന്തിന്? എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്നാണ് യേശു മറുപടിയായി നൽകുന്നത്. ഇതിനെ ആസ്പദമാക്കി 3 ചിന്തകൾ പങ്കുവെക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, ദൈവത്തിന്റെ പ്രവൃത്തിക്ക് മുൻഗണന നൽകുക. 49-ാം വാക്യത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് അല്ലെങ്കിൽ ദൈവത്തിന് മുൻഗണന നൽകുന്ന യേശുവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ദൈവത്തിന്റെ പ്രവൃത്തിയിലുള്ള യേശുവിന്റെ ശ്രദ്ധ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കും വികാസത്തിനും മുൻഗണന നൽകാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. ദൈവഹിതത്തെക്കുറിച്ചുള്ള ഗ്രാഹ്യം ആഴത്തിലാക്കാനും നമ്മുടെ ഉദ്ദേശം നിറവേറ്റുന്നതിൽ പ്രതിജ്ഞാബദ്ധരാകുവാനും നാം ശ്രമിക്കണം. രണ്ടാമതായി, ദൈവത്തിന്റെ പദ്ധതിയിൽ വിശ്വസിക്കുക. മറിയയുടെയും ജോസഫിന്റെയും ദൈവ പദ്ധതിയിലുള്ള വിശ്വാസവും ആശ്രയവും നമുക്ക് മാതൃകയാണ്. ദൈവത്തിന് നമ്മിൽ ഓരോരുത്തരിലും ഒരു അതുല്യമായ ഉദ്ദേശമുണ്ടെന്ന് വിശ്വസിക്കുകയും തിരിച്ചറിയുകയും അത് നിറവേറ്റാനായി ശ്രമിക്കുകയും വേണം. മൂന്നാമതായി, സ്നേഹവും കരുതലും പ്രകടിപ്പിക്കുക. പരസ്പരം സ്നേഹവും കരുതലും പ്രകടിപ്പിക്കാൻ കഴിയണമെന്നും അതിൻ്റെ ആവശ്യകതയും ഈ ഭാഗം നമ്മെ ഓർപ്പിക്കുന്നു. മറ്റുള്ളവർക്ക് വളരാനും വികസിക്കാനുള്ള അന്തരീക്ഷവും പിന്തുണയും നൽകുവാൻ നമുക്ക് സാധിക്കണം. അതിനായി നാം ഓരോരുത്തരും പരിശ്രമിക്കണം. ഈ നോമ്പ് കാലയളവിൽ ദൈവത്തിന് മുൻഗണന നൽകിക്കൊണ്ട് ദൈവിക പദ്ധതിയെ ഉദ്ദേശത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. ആവശ്യത്തിൽ ഇരിക്കുന്നവർക്ക്, വേദനകളാൽ ഭാരപ്പെടുന്നവർക്ക് ആശ്വാസമായി തണലായി തീരുവാൻ സാധിക്കണം. ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കുവാനും കൈക്കൊള്ളേണ്ടതിനെ കൈക്കൊള്ളുവാനും സാധിക്കണം. അങ്ങനെ ഈ ദിവസങ്ങളിൽ ദൈവത്തോട് കൂടുതലായി ചേർന്നുകൊണ്ട് ജീവിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ.